മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് ഉദ്ഘാടന ചടങ്ങിലെ തനിക്കെതിരായ കൂവൽ ഇടതുപക്ഷത്തിന്റെ പ്ലാന്റ് ഓപ്പറേഷൻ എന്ന കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പറയുന്നു. സ്വാഗതം പറയുമ്പോൾ തന്നെ കൂവൽ വന്നു. തടയാമായിരുന്നിട്ട് മുഖ്യമന്ത്രി മിണ്ടിയില്ലെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. അതിലൊരു പ്ലാന്റ് ഓപ്പറേഷൻ നടന്നല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ട്, രാജൻ മിനിസ്റ്ററുണ്ട്, റിയാസ് മിനിസ്റ്ററുണ്ട്, കേളു മിനിസ്റ്ററുണ്ട്, എല്ലാവരും ഉണ്ട്, പിന്നെ ശശീന്ദ്രൻ മിനിസ്റ്ററുണ്ട്. സ്വാഗതം പറയുമ്പോൾ കൂവൽ വന്നു. ഞാൻ അപ്പോൾ രാജൻ മിനിസ്റ്ററോട് അവിടെ ഇരുന്ന് സ്വാഗത പ്രസംഗത്തിന് ശേഷം പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്ന ഇത് നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്തു, ഇത് ശരിയല്ല, ഇത് കൈവിട്ടു പോകും. അടിയന്തരമായി ഇടപെടൽ. രാജൻ മിനിസ്റ്റർ ചിരിച്ചു. ഇവരവിടെ ആസ്വദിക്കുകയായിരുന്നു. ആ സമയം ഈ കൂവൽ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഈ വസീഫിന്റെ ചില ദൃശ്യങ്ങളൊക്കെ ഇതിൽ എന്താ റോളുള്ളത്? സർക്കാർ പദ്ധതിയിൽ അവർക്കെന്ത് റോള്? അവരാരതിൻ്റെ? ഇതിൽ ആരുമല്ല. ഓപ്പറേഷൻ നടത്തിയ ആളുകളൊക്കെ ഉണ്ട്. കാളിദാസൻ ദേവദത്തും തത്സമയം ചേരുന്നു. കാളിദാസൻ, സിദ്ദിഖിന് എങ്ങനെ അഭിപ്രായമുണ്ടോ? മുഖ്യമന്ത്രി മൗനം പാലിച്ചു, മനഃപൂർവ്വം കൂവി തോപ്പിക്കാൻ വന്നവരാണെന്നുള്ളത്. SKN ഈ ഒരു ടൗൺഷിപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക്, സിദ്ദിഖിന്റെ പ്രതികരണങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നിരുന്നെങ്കിലും അത്രത്തോളം രൂക്ഷമായി സിദ്ദിഖ് സർക്കാരിനെ ഒന്നും വിമർശിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് കൽപ്പറ്റ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അന്ന് തനിക്കെതിരെ ഉണ്ടായ കൂവൽ അതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ തന്നെയാണ്. അത് സ്റ്റേജിൽ വെച്ച് തന്നെ ആദ്യം ഈ സ്വാഗതം പറയുമ്പോൾ തന്നെ സിദ്ദിഖിനെതിരെ കൂവൽ അവിടെ ഉയർന്നിരുന്നു. ആ സമയം തന്നെ സിദ്ദിഖ് തൊട്ടടുത്തിരുന്ന മന്ത്രി കെ രാജനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കെ രാജൻ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ മുഖ്യമന്ത്രിക്കടക്കം ഈ കാര്യത്തിലൊന്ന് ഇടപെടാമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്കൊപ്പം നിൽക്കുന്ന ആളാണ്, സർക്കാർ പ്രതിനിധിയാണ് എന്നൊക്കെ തന്നെ കൃത്യമായി തന്നെ പറയാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി മിണ്ടിയില്ല എന്നുള്ളതും കൂടിയാണ് ടി സിദ്ദിഖ് പറയുന്നത്. അതോടൊപ്പം ഈ സമയത്ത് തന്നെ, ഈ കൂവൽ ഉണ്ടായ സമയത്ത് തന്നെ ഈ കൂവൽ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന DYFI നേതാവ് വി വസീഫിന്റെ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിൽ ഈ കൂവൽ നിർത്താൻ ആവശ്യപ്പെടാൻ വസീഫ് ആരാണെന്നുള്ള ചോദ്യം കൂടിയാണ് ടി സിദ്ദിഖ് ഉയർത്തിയിരിക്കുന്നത്. അതായത് സർക്കാർ പരിപാടിയാണ്, അപ്പോൾ വസീഫിന് ഈ കൂവൽ നിർത്താൻ പറയേണ്ട ഒരു കാര്യവുമില്ല, അവർക്കിവിടെ ഒരു റോളുമില്ല. അത് പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി കെ രാജനാണ്. അവരാരും അത് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു പദ്ധതി, ഇടതുപക്ഷത്തിന്റെ ഒരു പദ്ധതി തന്നെയുണ്ട്, ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്, 11 ദിവസം കൂടി ഈ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വിവാദം വീണ്ടും അത് കത്തിക്കേറുമ്പോൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെ ഇത് ബാധിക്കും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.